ശരിക്കും സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ബോഡിയിലെ ഫാറ്റും കാര്യങ്ങളും PCOD ഉള്ളവർക്കും പീരിയഡ്സ് നോക്കിയാകാത്തവർക്കൊക്കെ എപ്പോഴും സ്റ്റൊമക്കിലെ കൊഴുപ്പ് നന്നായിട്ട് പോകണം. അപ്പോൾ അതിനായിട്ടാണ് ഇങ്ങനെ ഒന്ന് കൊടുത്തു. നേരെ കൈക്ക് പുറകോട്ടൊന്ന് വെച്ചു. ഇങ്ങനെ ഒന്ന് തൊടാമെന്ന് നോക്കുക. ആദ്യം കെട്ടി ഇങ്ങനെ ഒന്ന് വിൽക്കാൻ പഠിക്കുക. അത് കഴിഞ്ഞ് ഫ്രണ്ടിലോട്ട് സ്ട്രെച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് മുട്ടിന് പെയിനൊക്കെ ഉണ്ടാവും, ചെയിൻ പെയിൻ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഇരിക്കുക. അപ്പോൾ ആ വേദനയൊക്കെ പോയി നമ്മളൊന്ന് റിലാക്സ് ആവും. അത് കഴിഞ്ഞിട്ട് കിടന്നിട്ട് നമ്മുടെ കാലിനെ ഇങ്ങനെ ഒന്ന് ഉയർത്തുക. അപ്പോൾ നമ്മുടെ ഇവിടെ ഒരു സപ്പോർട്ട് കൊടുക്കണം. എന്നിട്ട് കാലിനെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് അയച്ചു കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഇവിടെ ഇങ്ങനെ പിടിക്കുക. പിടിച്ചിട്ട് ഈ കാലിനെ ഇങ്ങനെ പിടിച്ചിട്ട് പതുക്കെ ഇങ്ങനെ പൊക്കാനും താത്താനും നോക്കുക. ഇങ്ങനെ ആക്കുക. 1 2 3 4 5. അതൊന്ന് റിലാക്സ് ചെയ്തിട്ട് നേരെ ഇങ്ങനെ. നമസ്കാരം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ PCODക്കുള്ള ഒരു വർക്കൗട്ട് സെക്ഷനാണ്. അതിൻ്റെ യോഗയുടെ ഒരു സെക്ഷനും അങ്ങനത്തെ കുറച്ച് വർക്കൗട്ടും അതിൻ്റെ റിലാക്സ് എല്ലാം കൂടിയിട്ടാണ്. സ്ട്രെച്ചിങ് ഉണ്ട്. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇത് നമ്മൾ സൂര്യ നമസ്കാരത്തിന് കുറച്ച് ഭാഗങ്ങൾ ബേസ് ചെയ്തിട്ടേക്കണതാണ്. അത് നമ്മൾ വാമപ്പ് ചെയ്തിട്ട് നേരെ കൈ ഒന്നിങ്ങനെ ജസ്റ്റ് ഒന്ന് വളയുക. നമ്മുടെ കാല് കഴിയുന്നത്ര താഴെത്തൊട്ടു. നമ്മുടെ വലത് കാല് കയറ്റി വയ്ക്കുക. തല ഇങ്ങനെ പൊക്കുക. 2 കാലും വെച്ചു. മുട്ടയിൽ പൊതുക്കെ പുറകോട്ട് വലിഞ്ഞു മുന്നോട്ട് കിടന്നു. ഇത് നമ്മുടെ ഹിപ്പ് ഒന്ന് പൊക്കി കൊടുക്കുക. ഇത് നമ്മൾ കോബ്രാം ചെയ്തു. പിന്നെ ബി പോസ്റ്റിലോട്ട് വരിക. വലത് കാല് കയറ്റി വെച്ചു. 2 കാലം ഒന്നിച്ച് വെച്ചു. നേരെ ഇങ്ങനെ കാലത്തൊട്ടു. എന്നിട്ട് ഒന്നുകൂടെ നമ്മൾ നേരെ കൈ ഇങ്ങനെ പൊക്കിയിട്ട് പുറകോട്ട് കളഞ്ഞു. മുന്നോട്ട് വരിക. ഇടത് കാലം മുന്നോട്ട് കയറ്റി 2 കൈക്കകത്തായിട്ട് കാല് വെക്കുക. തല വെക്കുന്നത്ര പുറകോട്ട് വളയ്ക്കുക. 2 കാല് പുറകോട്ട് വെച്ചു. മുട്ട് മടക്കി പുറകോട്ട് വലിഞ്ഞിരിക്കുക. മുന്നോട്ട് കിടന്നു. ഹിപ്പ് ഒന്ന് പൊക്കി പിടിക്കുക. കോബ്ര. ബി പോസ്റ്റ്. വീണ്ടും കാല് മുന്നോട്ട് കയറ്റി 2 കാലം ഒന്നിച്ച് വെച്ചു. നേരെ ഒന്ന് ചെയ്തു. നമ്മുടെ കാലിനെ ഒന്ന് പിടിച്ച് ഇങ്ങനെ ഒന്ന് കാലൊന്ന് അയച്ചു കൊടുക്കുക. അപ്പോൾ നന്നായിട്ട്. അപ്പോൾ ഇങ്ങനെ പിടിക്കാൻ പറ്റാത്തവർക്ക് നേരെ കൈ ഇങ്ങനെ പിടിക്കുക. ബോഡി പുറകോട്ട് വലിച്ചു വെച്ചിട്ട് കൈയും നമ്മുടെ കാലും എല്ലാം കൂടെ ഒന്ന് അയച്ചു കൊടുക്കുക. അടുത്ത നേരെ ഇവിടെ ഇട്ട് പിടിക്കുക. ഇനി നമ്മുടെ ടൈസ് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് അയച്ചു കൊടുക്കുക. 1 2 3 4 5 6. അത് കഴിഞ്ഞിട്ട് കാലിങ്ങനെ കഴിയുന്നത്ര ഉള്ളിലോട്ട് ഇങ്ങനെ ചെയ്യാമെന്ന് നോക്കുക. അപ്പോൾ പറ്റില്ലാത്തവർ ചെറിയ രീതിയിൽ മടക്കി കൊടുത്താൽ മതിയാവും. പിന്നെ 2 കാലും ഒന്നിച്ച് നമ്മളൊന്ന് റിലാക്സ് പോലെ ചെയ്ത് കൊടുക്കുക. ഇത് പഠിച്ചിട്ട് നിങ്ങൾ അതിൻ്റെ എണ്ണം കൂട്ടി ചെയ്യണം. നേരെ ഇങ്ങനെ ഇരുന്നിട്ട് നമ്മൾ ഈ കൈ പുറകോട്ടൊന്ന് ബാലൻസ് കൊടുത്തിട്ട് ആദ്യം നിങ്ങളൊന്ന് നിൽക്കാൻ ഇങ്ങനെ പഠിക്കുക. അത് കഴിഞ്ഞ് കാലിങ്ങനെ നോക്കി കൊടുക്കുക. 1 2 3 4 5. ഒന്ന് റെസ്റ്റ് കൊടുത്തു. വീണ്ടും നമ്മൾ പൊങ്ങിയിട്ട് കാലിങ്ങനെ ചെയ്യിക്കണം. 1 2 3 4 5 6 7. അപ്പോൾ ആദ്യത്തത് പഠിച്ചിട്ട് വേണം നമ്മളിത് ചെയ്യാനായിട്ട്. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ബട്ടർഫ്ലൈ പോസ്റ്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് ഒന്ന് വലിഞ്ഞിട്ട് റെസ്റ്റ് കൊടുക്കുക. അടുത്തെന്ന് പറയുമ്പോൾ നേരെ ഇങ്ങനെ കൈ കൊണ്ട് വെച്ചിട്ട് നമ്മുടെ ബോഡി പുറകോട്ട് വലിച്ചിട്ട് കാല് 2 ഒന്നിച്ച് പൊക്കാവുന്ന നോക്കുക. പറ്റാത്തവരെ ഓരോ കാല് നോക്കുക. 1 2 3 4 5. അത് ചെയ്ത് പഠിച്ചിട്ട് വീണ്ടും നമ്മൾ 2 കാലിങ്ങനെ ഓരോന്നോരോന്നിട്ട് നോക്കി കൊടുക്കുക. എന്നിട്ടൊന്ന് റെസ്റ്റ് എടുക്കണം. റെസ്റ്റ് എടുത്തിട്ട് നമ്മൾ ഡമ്പലോ കുപ്പിയോ ഇങ്ങനെ കറക്റ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് നമ്മൾ കൈ ഇങ്ങനെ കാലിങ്ങനെ വെച്ചിട്ട് ജസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്കിപ്പം 2 കാലും ഒന്നിച്ച് പൊക്കാൻ പറ്റിയില്ലെങ്കിൽ 1 2 3 4 ഇങ്ങനെ ചെയ്യാം. ഓരോ കാല് ഇവിടെ നിന്ന് ആദ്യം ഇതിനെ എടുത്ത് വെച്ചു, ഇതിനെ എടുത്ത് വെച്ചു, വീണ്ടും ഇതിനെ എടുത്ത് വെച്ചു, ഇതിനെ എടുത്ത് വെച്ചു. ഇത് പഠിച്ചു കഴിഞ്ഞിട്ട് ഒന്നിച്ച് നമുക്ക് ചെയ്യാം. 1 2 3 4 5 6 7 8 9. ഒന്ന് ചെയ്യുക. ഒന്ന് റിലാക്സ് ചെയ്യുക. ഡമ്പലിന് പകരം ഒരു കുപ്പി എണ്ണം വെച്ചാൽ മതി. ഇനി അതിനുശേഷം കാലിനെ ഒന്ന് സ്ട്രെച്ച് ചെയ്ത് പിടിക്കുക. ഇവിടെ സ്ട്രെച്ച് ചെയ്തു. ഈ കാലിന് നേരെ തന്നെ വെച്ചിട്ട് ഇതിലോട്ട് നമ്മളൊന്ന് കൈ പിടിക്കണം. എന്നിട്ട് ജസ്റ്റ് ഫ്രണ്ടിലോട്ട് നമ്മളൊന്ന് ആഞ്ഞു കൊടുക്കുക. ഇവിടെ കൈ കൊടുക്കുക.
ഇത് നമ്മൾ കാലിങ്ങനെ ചുമ്മാ തൊഴിക്കണ പോലെ ഇങ്ങനെ പൊക്കി സ്ട്രേറ്റ് ചെയ്ത് വരും. അപ്പം നമുക്ക് ആദ്യം അങ്ങനെ പൊക്കുമ്പോൾ നമുക്കിവിടെ ഒരു പെയിനൊക്കെ ഉണ്ടാവും. അപ്പം നമ്മളതിനെ ഒന്ന് റിലാക്സ് ചെയ്ത് വിടുക. അത് കഴിഞ്ഞിട്ട് നേരെ ഇങ്ങനെ ഇരുന്നിട്ട് കാലിങ്ങനെ കൊടുക്കുക. 1 2 3 4 5 6. വീണ്ടും നമുക്ക് സ്ട്രെച്ച് ചെയ്യാം. നേരെ ഇവിടെ ഇങ്ങനെ ഇരുന്നു, ഇവിടെ പിടിക്കുക. എന്നിട്ട് നേരെ കൈ ഇവിടെ വെച്ചു. വീണ്ടും കാല് ചെറുതായിട്ട് 1 2 3 4 ഇതൊന്ന് സ്ട്രെച്ച് ചെയ്ത് പിടിച്ചു. എന്നിട്ട് നമുക്ക് ഇവിടെ ഒന്ന് റിലാക്സ് ചെയ്യുന്നു. ഇവിടെ പെട്ടെന്ന് തന്നെ നമുക്കൊരു പിടുത്തമുണ്ടാവും. റിലാക്സ് ചെയ്തിട്ട് നേരെ ഇവിടെ ഇരുന്നിട്ട് കാലിങ്ങനെ പൊക്കം താപ്പം ചെയ്ത് കൊടുക്കാം. കാലിങ്ങനെ പിടിച്ചു. ബട്ടർഫ്ലൈ പോസ്റ്റ് നമുക്ക് ഇതിനകത്ത് എപ്പോഴും മസ്റ്റാണ്. അത് ഇടയ്ക്കിടയ്ക്ക് ചെയ്യുക. ഇത് കാലിങ്ങനെ പൊക്കി നന്നായിട്ട് തന്നെ ചെയ്തുകൊണ്ടിരിക്കുക. ഇനി അടുത്തെന്ന് പറയുമ്പോൾ നമ്മൾ നേരെ ഒന്ന് ഏറ്റ് നിൽക്കുക. നിന്നിട്ട് നമ്മുടെ കാലിനെ ഒന്ന് ശരിക്കും സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ബോഡിയിലെ ഫാറ്റും കാര്യങ്ങളും PCOD ഉള്ളവർക്കും പീരിയഡ്സ് നോക്കിയാകാത്തവർക്കൊക്കെ എപ്പോഴും സ്റ്റൊമക്കിലെ കൊഴുപ്പ് നന്നായിട്ട് പോകണം. അപ്പോൾ അതിനായിട്ടാണ് ഇങ്ങനെ ഒന്ന് കൊടുത്തു. നേരെ കൈക്ക് പുറകോട്ടൊന്ന് വെച്ചു. എന്നിട്ട് ഇവിടെ ഇങ്ങനെ ഒന്ന് തൊടാമെന്ന് നോക്കുക. തൊട്ടിട്ട് നമ്മൾ ഈ കൈ രണ്ടും കൂടെ ഇങ്ങനെ നിങ്ങൾ കെട്ടിപ്പിടിച്ചിട്ട് ബോഡി പുറകോട്ട് ഇങ്ങനെ വെച്ചിട്ട് ആദ്യം ഇങ്ങനെ കെട്ടിപ്പിടിക്കാൻ ശ്രമിക്കുക. എന്നിട്ട് മുന്നോട്ട് കാലിങ്ങനെ ഒന്ന് അയച്ചു കൊടുക്കും. വീണ്ടും ഇപ്പുറത്തോട്ട് തിരിയുക. ഈ കാലിനെ ഇങ്ങനെ വെച്ചു കൊടുത്തു. എന്നിട്ട് കൈ ഇങ്ങനെ മുകളിലോട്ടൊന്ന് സ്ട്രെച്ച് ചെയ്തു. ഈ കാലെ പിടിച്ചു. എന്നിട്ട് നമുക്ക് കൈ ഇങ്ങനെ ഒന്ന് കെട്ടുക. ആദ്യം കെട്ടി ഇങ്ങനെ നിൽക്കാം. ആദ്യം കെട്ടി ഇങ്ങനെ ഒന്ന് നിൽക്കാൻ പഠിക്കുക. അത് കഴിഞ്ഞ് ഫ്രണ്ടിലോട്ട് സ്ട്രെച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് മുത്തിന് പെയിനൊക്കെ ഉണ്ടാവും, ചെയിൻ പെയിൻ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഇരിക്കുക. അപ്പോൾ ആ വേദനയൊക്കെ പോയി നമ്മളൊന്ന് റിലാക്സ് ആവും. അത് കഴിഞ്ഞിട്ട് കിടന്നിട്ട് നമ്മുടെ കാലിനെ ഇങ്ങനെ ഒന്ന് നിവർത്തുക. അപ്പോൾ നമ്മുടെ ഇവിടെ ഒരു സപ്പോർട്ട് കൊടുക്കണം. എന്നിട്ട് കാലിനെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് അയച്ചു കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഇവിടെ ഇങ്ങനെ പിടിക്കുക. പിടിച്ചിട്ട് ഈ കാലിനെ ഇങ്ങനെ പിടിച്ചിട്ട് പതുക്കെ ഇങ്ങനെ പൊക്കാനും താത്താനും നോക്കുക. ഇങ്ങനെ ആക്കുക. 1 2 3 4 5. അതൊന്ന് റിലാക്സ് ചെയ്തിട്ട് നേരെ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. കാലൊന്ന് അയക്കുക. എന്നിട്ട് നമ്മളിവിടെ ഇങ്ങനെ ഏറ്റിരിക്കുക. ഏറ്റിരുന്നിട്ട് ഈ കാലിലോട്ട് മടക്കും. 1 2 3 4 5 6 7 8 9 10. ഒന്ന് കിടക്കുക. റിലാക്സ് ചെയ്യുക. വീണ്ടും നമ്മളിവിടെ ഇങ്ങനെ അങ്ങിരുന്നിട്ട് 1 2 3 4 5 6 7. പിന്നെ നമ്മൾ കാല് സ്ട്രെച്ച് ചെയ്ത് വെച്ചിരുന്നു. ആദ്യം നമ്മൾ നടുവൊന്ന് താത്തി കൊടുത്തിട്ട് ഇവിടെ ഇങ്ങനെ ഒന്ന് പിടിച്ചു കൊടുക്കുക. ഈ കാലിൽ ഇങ്ങനെ ടച്ച് ചെയ്തു, ഇപ്പുറം ടച്ച് ചെയ്തു, നേരെ ഇങ്ങനെ തൊടുക. 1 2 3 4 5 6. ഒരു ബട്ടർഫ്ലൈ പോസ്റ്റ് ചെയ്യുന്നു. ഇതിൻ്റെ ഒരു സെക്ഷൻ മാത്രമാണ്. ഇതുപോലത്തെ പല വർക്കൗട്ട് സെക്ഷനുകൾ PCODക്കുണ്ട്. അടുത്ത സെക്ഷൻ വീണ്ടും ഇടുന്നതാണ്. ഇത് കണ്ടു പഠിക്കുക. ഓരോന്നും വീഡിയോ 2 പ്രാവശ്യം കണ്ടിട്ട് നിങ്ങൾ ചെയ്തു തുടങ്ങണം. പലതിൻ്റെ മിക്സാണ്. താങ്ക് യു.